വയനാട് നെടുമ്പാല എസ്റ്റേറ്റിൽ കുടുങ്ങിയ പുലിയെ പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. പുലിയെ മയക്കുവെടി വെക്കാൻ ഫോറസ്റ്റ് അസിസ്റ്റന്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുലിയെ പിടികൂടി കൊണ്ടുപോകാനുള്ള കൂടും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സംഭവ സ്ഥലത്തുനിന്ന് നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്നാണ് സുർജിത്ത് ചേരുന്നത്. സുർജിത്ത്, ഈ പുലി ഏതാണ്ട് ഒരു ഇരുമ്പ് വല പോലെയുള്ള കമ്പിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണ് വനം വകുപ്പിന്റെ ശ്രമം? അതിനെ മയക്കുവെടി വെച്ച് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനാണോ? എന്താണ് മറ്റു വിവരങ്ങൾ? നിലവിൽ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഡോക്ടർ അജേഷ് മോഹൻദാസും സംഘവും ഇവിടേക്ക് എത്തി. അതിനുശേഷം ഇപ്പോൾ മരുന്ന് നിറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവർ മുന്നോട്ട് പോവുകയാണ്. ആളുകളെ പൂർണ്ണമായും പോലീസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുമുണ്ട്. കാരണം ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏതാണ്ട് മീറ്ററുകൾക്ക് മാത്രം ഒരു പരമാവധി ഒരു 25 മീറ്റർ മാത്രം അകലെയാണ് ഈ പുലിയുടെ സാന്നിധ്യമുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പുലി സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ്. സ്വാഭാവികമായും ഇവിടെ ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്നുള്ള തരത്തിലാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ താഴെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ DFO അജിത് കെ രാമന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരിക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഈ പ്രവർത്തന പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ, പ്രാഥമിക വിലയിരുത്തലാണ് നടക്കുന്നത്. RRT സംഘം ഇതാ കടന്ന് വരുന്ന ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതലായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലേക്ക് ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുന്നതാണ്. റേഞ്ച് ഓഫീസർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഡോക്ടർ അജേഷ് മോഹൻദാസ് സംഘവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ദൃശ്യത്തിൽ കാണുന്നത് DFO അജിത് കെ രാമൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തുന്നു. എന്തായാലും ആ ദൗത്യം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാനുള്ള ഒരു നീക്കം അതാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഇടയ്ക്കിടെ ഇവിടെ ഇങ്ങനെ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഈ തോട്ടം മേഖലയിൽ ഉള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. സർ, നമ്മൾ ദൗത്യം തുടങ്ങാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് കഴിഞ്ഞിട്ട് അതെ അതിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് റൈറ്റ്. എന്തായാലും ആളുകളെയൊക്കെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ അജേഷ് മോഹൻദാസും സംഘവും മരുന്ന് നിറച്ച തോക്കുമായി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. അതിനുശേഷം മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് നടപ്പിലാക്കുന്നത്. മാധ്യമങ്ങളെ ഉൾപ്പെടെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരുപക്ഷെ ഈ കമ്പിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം, അങ്ങനെ ഒരു വിടവിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. ഒരു കാലാണ് കുടുങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് ചിലപ്പോൾ വെപ്രാളത്തിൽ ഓടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. സ്വാഭാവികമായും അത് ആ സമയത്ത് ആളുകളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടാണ് പൂർണ്ണമായും ആളുകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാറ്റുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളെയും ഉൾപ്പെടെ എല്ലാവരെയും ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന നടപടിയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ദൗത്യം തുടങ്ങും. ഇവിടെ ഇടയ്ക്കിടെ ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ നാട്ടുകാർ അടക്കം പറയുന്നത്. പ്രത്യേകിച്ച് ഈ തോട്ടം മേഖലയാണ്. ഈ തോട്ടം മേഖലയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുലി കടന്നു വരാറുണ്ട് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. ഒരു പുലിയല്ല, നിരവധി പുലികൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്ന പ്രദേശത്തിന്റെ ഏതാണ്ട് ഒരു 25 മീറ്റർ മാത്രം അകലെ പുലിയുടെ അതിന്റെ വാലടക്കമുള്ള അത് ദൃശ്യത്തിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അതായത് തൊട്ട് മുന്നിലായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സുരക്ഷിതമായ രീതിയിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സജ്ജമായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദൗത്യം തുടങ്ങും. ആ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണ്. പൂർണ്ണമായും ആളുകളെ ഇവിടെ നിന്ന് ഈ റോഡിന്റെ സമീപത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മേപ്പാടിയിൽ നിന്ന് മുട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ നെടുമ്പാല എസ്റ്റേറ്റ്. അതിൻ്റെ മൂന്നാം ഭാഗം, അതായത് മൂന്നാം പട്ടികയിൽ ഉൾപ്പെടുന്ന ആ പ്രദേശമാണിത്. അവിടെ ഒരു ഖബറിസ്ഥാനാണ് തൊട്ടടുത്തുള്ളത്. ആ ഖബറിസ്ഥാന്റെ ആ പറമ്പിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ പുലിയുടെ സാന്നിധ്യം കണ്ടുമുട്ടിയിരിക്കുന്നത്. എന്തായാലും അതിനെ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്നും ആളുകളൊക്കെ അവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റുകയാണ്. ഈ പുലി മയക്കുവെടി കൊണ്ട ശേഷം അവിടെ നിന്ന് ഓടി ഏതെങ്കിലും ആൾക്കൂട്ടത്തിനിടയിലേക്കൊക്കെ വരുമോ എന്ന ആശങ്കയുള്ളത് കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയ ശേഷമാണ് നെടുമ്പാല എസ്റ്റേറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന പുലിയെ മയക്കുവെടി വെക്കുക. അതിനെ കൊണ്ടുപോകുന്നതിനുള്ള കൂടൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.